പിതാവ് താക്കോൽ കൊടുത്തില്ല, മകൻ കാർ കത്തിച്ചു. മലപ്പുറം കൊണ്ടോട്ടി നീറ്റാണിമൽ സ്വദേശി ഡാനിഷ് മിൻഹാജാണ് കാറിന്റെ താക്കോൽ കിട്ടാതെ വന്നപ്പോൾ കാറു തന്നെ കത്തിച്ചു കളഞ്ഞത്. കാറു മാത്രമല്ല, മുറ്റത്തുണ്ടായിരുന്ന ബൈക്കും ഫ്രിഡ്ജും ടിവിയും ഫർണിച്ചറും തകർത്തു. പിതാവിന്റെ പരാതിയിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, ഒരു താക്കോൽ കൊടുക്കാതിരുന്നതിന് ഇത്രയധികം അതിക്രമമോ? ഇയാളുടെ മാനസികാവസ്ഥയൊക്കെ സാധാരണഗതിയിലുള്ളതാണോ? സുജ, ഈ പിതാവ് നിസാർ നൽകിയ പരാതിയിൽ തന്നെ ഇപ്പോൾ മകൻ മിൻഹാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മകൻ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മകന് വാഹനം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു പിതാവ് നിസാറിനുണ്ടായിരുന്നത്. സ്വാഭാവികമായും പിതാവിൻ്റെ അനുമതി ഇല്ലാതെ പലപ്പോഴും ഇത്തരത്തിൽ മിൻഹാജ് വാഹനമെടുക്കുകയും പുറത്തു പോവുകയും ചെയ്യും. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ 2-3 ദിവസമോ അല്ലെങ്കിൽ 10-15 ദിവസം വരെ വീട്ടിലേക്ക് വരാത്ത സാഹചര്യം പോലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മകന് വാഹനം കൊടുക്കരുത് എന്നുള്ളൊരു കർശന നിലപാടിലേക്ക്, പ്രത്യേകിച്ച് ലൈസൻസ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മകന് വാഹനം കൊടുക്കരുത് എന്നുള്ള കർശന നിലപാടിലേക്ക് പിതാവ് എത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് അതൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പിതാവ് വീട്ടിലില്ലാത്ത സമയത്തിൽ ഈ വാഹനത്തിന് താക്കോൽ നൽകാത്തതിൽ പ്രകോപിതനായിക്കൊണ്ട് മകൻ ഡാനിഷ് മിൻഹാജ് തൊട്ടടുത്തുണ്ടായിരുന്ന ബൈക്കിൻ്റെ ഇരുചക്ര വാഹനത്തിൻ്റെ പെട്രോൾ ഊറ്റിയെടുത്ത് ആ പെട്രോൾ ഈ കാറിന് മുകളിൽ ഒഴിച്ച് ആ വാഹനത്തിന് തീയിടുകയായിരുന്നു. ഈ തീയിട്ടതോടെ വാഹനം ഈ മാരുതി വാഗ്നർ എന്ന് പറയുന്ന വാഹനം പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ വീടിൻ്റെ മുൻഭാഗവും ഈ തീപിടുത്തത്തിൽ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ വീടും ഒപ്പമുണ്ടായിരുന്ന ഈ ഗ്ലാമർ ബൈക്ക് അടക്കം പൂർണ്ണമായും ഡാനിഷ് അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് പിതാവ് തന്നെ വ്യക്തമാക്കുന്നത്. വീടിനകത്തുണ്ടായിരുന്ന ഫ്രിഡ്ജും ടിവിയും മിക്സിയും അടക്കം വീട്ടുപകരണങ്ങളും അതുപോലെ തന്നെ ഫർണിച്ചറുകളും എല്ലാം തന്നെ പൂർണ്ണമായും അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പിന്നീട് മറ്റൊരു ഡ്രൈവർ കൂടിയായിട്ടുള്ള പിതാവ് നിസാർ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വാഹനം വീടും തകർത്തതിനും അതിനോടൊപ്പം തന്നെ IPC 308 വകുപ്പ് പ്രകാരമുള്ള കേസും ചുമത്തിക്കൊണ്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് മിൻഹാജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മിൻഹാജിനെതിരെ നേരത്തെ ഒരു ലഹരി ഉപയോഗിച്ചതിൻ്റെ ഒരു കേസ് കൂടി നിലവിലുള്ളതായും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരം അഡിക്റ്റ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പലപ്പോഴും ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മകനെതിരെയുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പിതാവിന്റെ തീരുമാനം. കാരണം അഷ്കർ അലി കരിമയാണ് വിവരങ്ങൾ നൽകിയത്.